ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഫ്രൈഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഞാനിതാ രാവിലെ തന്നെ നമ്മളെ ചെടികളെയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ചെടികളൊക്കെ എന്താ പാടുന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അഗ്ലോണിമ ചെടിയിൽ ഇതാ 3 പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇന്നലെ ഈവനിങ് വെള്ളം നന്നായിട്ട് നനച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളം നനച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അഗ്ലോണിമ ചെടിക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാനുണ്ട്. മണ്ണിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതിട്ട് കൊടുക്കണം. പിന്നെ അതാ നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ ഇതാ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സ്നേക്ക് പ്ലാന്റ് നട്ടിരുന്നല്ലോ. അതായത് നമ്മളന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് സ്നേക്ക് പ്ലാന്റിന് ഞാൻ 2 ദിവസം മുന്നേ നോക്കിയപ്പോൾ അതിന് ചെറുതായിട്ട് വേരൊക്കെ വന്നിരുന്നു. ഒരു വേര് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ 2-3 കൂടെ ആയിട്ട് മാറ്റി അതൊന്ന് മണ്ണിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ അതാ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൽ വന്നിട്ടുള്ള ആ വേരൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായതെന്ന് ഞാൻ അയ്യൂനോട് ചോദിക്കുകയായിരുന്നു, എന്താ അപ്പോൾ അതിന് പറ്റിയതെന്ന്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം, ഇനി വരുമോ നോക്കാം കേട്ടോ. വന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മുറ്റടിച്ച് വരാൻ പോയിട്ടോ. മുറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടോ. അങ്ങനെ മുറ്റം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തക്കാളി നടാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. തക്കാളി തൈയും പിന്നെ അതുപോലെ തന്നെ മുളകിൻ്റെ തൈയും ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കലാണ് കേട്ടോ. ഞാൻ തക്കാളി തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി പകുതി കേട്ടോ, നല്ലൊരു തക്കാളി പകുതി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തൈ കിട്ടുമെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ ഒരു ഉണങ്ങിയ മുളകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് പഴുത്തുകാണ്ട് ഉണക്കിയൊരു മുളകാണ്. അപ്പോൾ അതിൻ്റെ വിത്തും എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ രണ്ടും അതിൽ തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്, അഥവാ ഉണ്ടാവുകയാണെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് എടുത്തിട്ട് എന്തായാലും മാറ്റി കുഴിച്ചിടണമല്ലോ. അപ്പോൾ ഞാൻ മണ്ണ് സെറ്റാക്കിയിട്ടോ. മണ്ണിൽ വളം കാര്യങ്ങളായിട്ട് ഒന്നും ഇട്ടിട്ടില്ല, വെറും മണ്ണും അതിൻ്റെ കൂടെ ചാരമാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഞാൻ തക്കാളിൻ്റെ ഈ ഒരു തക്കാളിൻ്റെ പകുതി മുഴുവനായിട്ടും അതിലോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മുളകും ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ആ ഒരു മണ്ണിന് സെയിം മണ്ണിനെ ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ വിതറി. പിന്നെ ഒന്ന് നനച്ചും കൊടുത്തു. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ തൈകൾ നമുക്ക് സെപ്പറേറ്റ് മാറ്റി കുഴിച്ചിടാം. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.